സദ്ഗുരുവേ ശരണം. 30 ദിവസത്തിനുള്ളിൽ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഏത് തിരക്കിനിടയിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എത്ര നേരം ചെയ്യണം, അത് വളരെ ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ എല്ലാവരും റെഡിയാണോ? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അടുത്ത 20 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഈവനിങ്ങിലാണ്. അപ്പോൾ 20 മിനിറ്റുള്ള പ്രാക്ടീസ് കഴിഞ്ഞാൽ ആൻഡ് ബിഫോർ യു ഗോ ടു ബെഡ് ഒരു എക്സ്ട്രാ കാര്യം കൂടി ചെയ്യണം. റീഡ് സംതിങ് സ്ലോലി. പതുക്കെ എന്തെങ്കിലും ഒന്ന് വായിക്കണം. ഒരു 10-15 മിനിറ്റ് കിടക്കുന്നതിന് മുൻപ് നമ്മൾ മൊബൈലെല്ലാം മാറ്റി വെച്ചിട്ട് യു ടേക്ക് എ മൊമെൻറ്റ് ടു റീഡ് സംതിങ്. എന്തെങ്കിലും ഒന്ന് വായിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുക. ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ എന്തെങ്കിലും വായിക്കുക. അത് വായിച്ചുകൊണ്ട് നിങ്ങളങ്ങ് ഉറങ്ങട്ടെ. സോ റീഡ് സംതിങ് സ്ലോലി ആൻഡ് കാംലി. അതിങ്ങനെ നമ്മൾ ഉറക്കെ വായിക്കണം, ബട്ട് അത് സ്ലോലി ഇങ്ങനെ നമ്മളെ സൗണ്ട് നമുക്ക് തന്നെ കേൾക്കുന്ന രീതിയിൽ നമ്മൾ വായിച്ചാൽ മതി. റീഡ് സംതിങ് സ്ലോലി ആൻഡ് കാംലി. നിർത്തി പതുക്കെ വായിക്കാം. അതിനെങ്ങനത്തെ ബുക്സ് വായിക്കണമെന്ന് ഞാൻ പറയാം. നമ്മളിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനുള്ളവരല്ല, നമ്മൾ വലിയ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്നാൽ നമുക്ക് വായിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ഹിന്ദുവോ ഇന്ത്യൻ എക്സ്പ്രസ് അതൊന്നും വായിക്കാൻ നമുക്ക് തോന്നത്തില്ല. അപ്പോൾ നമുക്ക് വായിക്കാൻ തോന്നുന്ന എന്തെങ്കിലും നമ്മൾ എടുത്ത് വേണം വായിക്കാൻ. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കുട്ടികളുടെ ഒരു ബുക്കാണ്. ഏറ്റവും നല്ലത് ചിൽഡ്രൻസ് ലിറ്ററേച്ചറാണ്. ഏറ്റവും നല്ലത് കുട്ടികളുടെ ബുക്സാണ് കേട്ടോ. ദ മിസ്റ്റീരിയസ് ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. കളക്ഷൻ ഓഫ് 15 സ്റ്റോറീസ് ഫോർ യങ് റീഡേഴ്സ്. കണ്ടോ, നമ്മളൊരു യങ് റീഡർ ആവുക, നമ്മൾ കുട്ടികളാവുക. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സർ പറഞ്ഞില്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാവരും വായിക്കണം. ഇപ്പോൾ എനിക്ക് സത്യത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും വായിക്കാനുള്ള ഒരു ത്വര ഉണർന്നിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ആളുകൊണ്ട് അധികം വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ബട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടു ഭയങ്കര തിരക്ക് കൂടുമ്പോൾ കൂടുതൽ വായിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വായനാശീലം ഒന്ന് പൊടി തട്ടിയെടുക്കണം. ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു, ഇപ്പോൾ എനിക്ക് അധികം സമയം കിട്ടാത്തതുകൊണ്ട് ഇത്തിരി പുറകിലാണ്. അപ്പോൾ ഇതാ ഈസോപ്സ് ഫേബിൾസ് കേട്ടോ, ഇത് നല്ല നല്ല സ്റ്റോറീസാണ്. ഇതാണ് നമ്മളെ പോലെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ വായിക്കേണ്ട ബുക്സ്. ഇതൊക്കെയാണ്. ഇത് പഞ്ചതന്ത്ര. ഇതിന് വളരെ വില കുറവാണ്, വെറും 70 രൂപയുള്ളൂ. പണ്ടൊക്കെ 10 രൂപയ്ക്ക് കിട്ടുന്ന ബുക്കാന്ന് തോന്നുന്നത്. പിന്നെ ഇത് ജാതക ടെയിൽസ്, ഇത് ഫോക്ക് ടെയിൽസ് ഓഫ് ഇന്ത്യ, ഇത് സ്റ്റോറി ഓഫ് ഭരത. അപ്പോൾ ഇങ്ങനെയുള്ള ബുക്സ് വേണം നമ്മൾ വൈകുന്നേരം വായിക്കാൻ. അപ്പോൾ 20:20:20 പ്ലസ് ഒരു 20 കൂടെ നമുക്ക് എക്സ്ട്രാ വായിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചറൊക്കെ അങ്ങ് കയറി സ്പോഞ്ച് വെള്ളം പിടിക്കുന്ന പോലെ നമ്മുടെ മൈൻഡ് അത് പിടിച്ചെടുക്കും. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ഒരു 30 ഡേയ്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. എല്ലാ ദിവസവും ഇതൊന്ന് ചെയ്ത് നോക്കും കണ്ടിന്യൂസ്ലി 30 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കരമായ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ ഇത് നിർത്തരുത്, യു ജസ്റ്റ് കണ്ടിന്യൂ ഇറ്റ്. അപ്പോൾ ആദ്യം ആ ഒരു 30 ദിവസം അത് ചെയ്യണം എന്നുള്ള ഒരു വാശിയും അതിനുള്ളൊരു ഡിറ്റർമിനേഷൻ നിങ്ങൾ എടുക്കാനാണ് ഞാൻ ഈ 30 ഡേയ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ആ ഒരു മാറ്റം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ അതിന് ശേഷം പിന്നെ നിങ്ങൾ നിർത്തരുത്, കണ്ടിന്യൂസ്ലി നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ വിതിൻ 1 ഇയർ ഒക്കെ ആകുമ്പോൾ നമ്മൾ വേറൊരാളായിരിക്കും. നമ്മൾ എത്ര വേർഡ്സ് എന്തെല്ലാം നമ്മൾ പഠിക്കുമെന്നറിയാമോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം നമ്മൾ ഇന്ന് എത്ര വേർഡ്സ് ഒരു ദിവസം ഒരു പുതിയൊരു 5 വേർഡ്സ് എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ എടുക്കുന്ന മെറ്റീരിയലിൽ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു 5 വേർഡ്സ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു PDF ഉണ്ട്, 50 മസ്റ്റ് നോ വേർഡ്സ് ഫോർ ഫ്ലുവൻറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ്. അത് വേണമെന്നുള്ളവർ പറയണം, ഞാൻ അയച്ചു തരും. അപ്പോൾ ഇതിൽ തന്നെ ഫോർ എക്സാമ്പിൾ എവറി ഡേ സോഷ്യൽ വേർഡ്സ്, ആക്ച്വലി, ഡെഫിനറ്റ്ലി, ആബ്സല്യൂട്ട്ലി, ഓബ്വിയസ്ലി, പ്രൊബബ്ലി, ഇങ്ങനത്തെ ഒരു 5 വേർഡ്സ് ഒരു ദിവസം എടുക്കുക. അപ്പം ഇങ്ങനെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു PDF ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ 5 വേർഡ്സ് അങ്ങ് അന്നത്തെ ദിവസം പഠിച്ചാൽ മതിയല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആക്ച്വലി എന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇൻഫാക്ട് റിയലി. ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക് ടീ, ഐ പ്രിഫർ കോഫി. അപ്പോൾ അതിൻ്റെ ഗുണം ആ വേർഡും പഠിക്കും, നമ്മൾ വേറൊരു ഉഗ്രം സെൻറ്റൻസും പഠിക്കും. ആക്ച്വലി എനിക്ക് ടീ ഇഷ്ടമല്ല, എനിക്ക് കോഫിയോടാണ് ഇഷ്ടം കൂടുതൽ. ഡെഫിനറ്റ്ലി, വിത്തൗട്ട് ഡൗട്ട്, ഐ വിൽ ഡെഫിനറ്റ്ലി കോൾ യു ടുമോറോ. ഞാൻ എന്തായാലും നാളെ നിന്നെ വിളിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള 5 വേർഡ്സ് എല്ലാ ദിവസവും 5 വേർഡ്സ് നമ്മുടെ ഈ പ്രാക്ടീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ അതിനുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അല്ലാതെ ആ 20 മിനിറ്റിനകത്ത് നമ്മൾ മെറ്റീരിയൽസ് അന്വേഷിച്ച് പോകരുത്. അതിന് നേരത്തെ തന്നെ നമ്മൾ തീരുമാനിക്കണം എന്താണ് നാളെ 20 മിനിറ്റ്സ് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഞാൻ പഠിക്കാൻ പോകുന്നത്, വായിക്കാൻ പോകുന്നത് എന്ന് നമ്മളൊന്ന് ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ
ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ എല്ലാ തിരക്കിൻ്റെ ഇടയിലും നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും, ഒരു സംശയമില്ല. പിന്നെ ഡോണ്ട് എക്സ്പെക്റ്റ് ക്വിക്ക് റിസൾട്ട്. കാരണം ക്വിക്കായിട്ട് ഇന്ന് നാളെ എന്നല്ല, അത് പറ്റില്ല. യു ഹാവ് ടു വെയിറ്റ് ആൻഡ് യു ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റൻസി ആണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. എന്നാൽ മാത്രം ഇപ്പോൾ നമ്മൾ ഡാൻസ് കുറേ സ്റ്റെപ്പ് പഠിച്ചു, പക്ഷേ ഒരു ഡാൻസ് ഫുൾ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേജിലൊന്ന് കയറുന്നത്, അല്ലേ? അപ്പോൾ അതുപോലെയാണ് ലാംഗ്വേജ് ഇസ് എ സ്കിൽ. ഇതൊരു സബ്ജക്റ്റ് അല്ല, ഇതൊരു സ്കില്ലാണ്. അതുകൊണ്ടാണ് ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് തന്നെ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ സോഷ്യൽ സയൻസോ മാത്സോ ഒക്കെ കൊടുത്താൽ കൊച്ചു കുട്ടികൾ പറയില്ല, അതവർ വലുതായിട്ട് പഠിച്ചാലേ പറ്റും. ബട്ട് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളെ പഠിക്കുകയാണ്, ബിക്കോസ് അതൊരു സ്കില്ലായതുകൊണ്ടാണ്. അത് പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് യു ജസ്റ്റ് സിംപ്ലി പ്രാക്ടീസ്. പക്ഷേ എന്ത് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് നമുക്ക് അറിഞ്ഞൂടാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ടൈം നമുക്ക് അതിൽ പോകുന്നത്. അപ്പോൾ അതും ഇതും ഒക്കെ പിടിച്ച് പിന്നെ ഒരുപാട് മെറ്റീരിയലും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നമ്മൾ കൺഫ്യൂഷനാവും. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിന് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനുള്ള മെറ്റീരിയൽസ് ഞാൻ വിചാരിക്കുന്ന ഷോർട്സ് ആയിട്ടൊക്കെ ഇടാൻ നോക്കാം. അപ്പോൾ അതൊക്കെ കാണുക, കണ്ട് കമൻറ്റ് ചെയ്താൽ എനിക്ക് അതിനുള്ള ഒരു, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. See you in the next video. Until then, you take care. Sadgresha.